നമസ്കാരം. യൗവനകാലത്തുണ്ടായ ഒരു സംഭവം എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കാം. ഞങ്ങൾ പരിസരവാസികളും കുടുംബാംഗങ്ങളുമായ 5 സുഹൃത്തുക്കൾ തിരുവല്ലയിലെ ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോയ ഒരു സംഭവമാണ് ഞാനിവിടെ അനുസ്മരിക്കുന്നത്. ഒരു സുഹൃത്ത്, സിനിമയെ വളരെ സ്നേഹിച്ച എൻ്റെ ഒരു സുഹൃത്താണ് അതിന് മുൻകൈ എടുത്തത്. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ കയറി ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു രംഗമാണ്. എല്ലാവരും ഒന്നിച്ച് തിക്കിത്തിരക്കി ഇറങ്ങുന്ന വേളയാണ്. അങ്ങനെ ഈ സ്ഥല സൗകര്യം ഇല്ല, കുറവുള്ള സ്ഥലത്തു കൂടി ഞെങ്ങി ഞെരുങ്ങി ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ ഈ കൂട്ടം തെറ്റി എല്ലാവരും പല വഴിയിലായിപ്പോയി. അത് മുറ്റത്തേക്ക് അടുക്കുന്നിടത്ത് ഒരു ചെറിയ ഗേറ്റുണ്ട്. ആ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങി 1-2 പേർ വീതം ഇങ്ങനെ പുറത്തേക്ക് കടന്നു വരുന്ന സമയത്ത് മുറ്റത്തിറങ്ങിയ ആളുകളിൽ പെട്ട കുറച്ച് പേർ തമ്മിൽ ഒരു പിടിവലി, എന്തോ ഒരു സംഘർഷം ഉണ്ടാകുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ മറ്റുള്ളവർ തമ്മിൽ കാണുന്നില്ല, ശ്രദ്ധയിൽപ്പെട്ടു. അതെന്താണെന്നറിയാൻ അല്പം കൂടി അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ സംഘർഷമല്ല, ഒരു ബലപ്രയോഗം ആണ് അവിടെ നടക്കുന്നത്. ഒരു ബലപ്രയോഗമാണ്, സംഘർഷമില്ല, ഒരു ആക്രോശവും ബലപ്രയോഗവുമാണ്. സൂക്ഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദറായിട്ടുള്ള വ്യക്തിയാണ് അതിലെ നായകൻ. നായകൻ എന്ന് പറഞ്ഞാൽ ആ നടക്കുന്ന സംഭവത്തിൽ ഇരയായിട്ടിരിക്കുന്നത് ഇവനാണ്. അപ്പോൾ ഞാൻ ഈ തിരക്കിനിടപെടി ഞാൻ അടുത്ത് ചെന്നു. അത് കണ്ടുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അവിടെ വന്നു. ഞങ്ങൾ 2 പേരും അവിടെ ചെന്നു. എന്താണ് നിങ്ങൾ ഇവനെ പിടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത്, ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 ദിവസമായി, ഞങ്ങൾ ഇവനെ തപ്പി നടക്കാത്ത ദേശങ്ങളില്ല, ബസ് സൗകര്യങ്ങളൊന്നുമില്ലാത്ത, വാഹന സൗകര്യമില്ലാത്ത ഈ കാലത്ത് നടന്ന് കാല് തേഞ്ഞ് ഇവനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ശരിക്കും 2 പൊട്ടീര് കൊടുത്തെങ്കിലേ ഞങ്ങളുടെ വാശി തീരത്തുള്ളെന്നാണ് ആ യുവാക്കൾ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യേ നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല, ഞങ്ങൾ ഇന്ന ആളുകളാണ്, ഞങ്ങൾ സിനിമ കാണാൻ ഒന്നിച്ച് വന്നവരാണെന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ചെറിയ വാക്ക് തർക്കമുണ്ടായി. അപ്പോഴേക്കും ഈ സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രേക്ഷകരുടെ ഒഴുക്ക് കുറഞ്ഞു. അങ്ങനെ 2-3 പേരൊക്കെ ആയി മാത്രം വന്നപ്പോൾ അന്തരീക്ഷം ശാന്തമായി. പക്ഷേ ഇവർ വിടുന്ന മട്ടിൽ ഇവർ 3 പേര് ഇവനെ ചുറ്റും നിന്ന് ഇവനെ പിടിച്ചിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കേട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് വാക്ക് തർക്കം ഉണ്ടായി. നിങ്ങളെവിടെയാണ് സ്ഥലം? അവർ തിരുവല്ലയ്ക്ക് പടിഞ്ഞാറ് വശത്തുള്ള സ്ഥലങ്ങളാണ്, ഒരു 4-5 കിലോമീറ്റർ ദൂരെയുള്ള ആളുകളാണ്. ഞങ്ങളതിന് കിഴക്കുള്ള ആളുകളാണ്, കവിയിലുള്ള ആളുകളാണ്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ എത്ര പറഞ്ഞിട്ടും ഈ നിൽക്കുന്ന വ്യക്തിയെ അവർ കൊണ്ടേ പോകൂ എന്നുള്ള പിടിവാശിലാണ് അവരുടെ നിലപാടതായിരുന്നു. ഇപ്പോൾ ഈ സംസാരിക്കുന്ന എൻ്റെ പ്രാപ്തിയോ കഴിവോ ഒന്നും അന്നില്ലല്ലോ. ഞാൻ പയ്യനാണ് അന്ന്. എൻ്റെ കൂടെ ഉള്ളവരെല്ലാം അങ്ങനെ തന്നെയാണ്. അതിൽ മുതിർന്ന ആൾ ഞാനെന്നുള്ള നിലയ്ക്കാണ് ഞാൻ അവരുടെ ഇത് സംസാരിക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. എത്ര പറഞ്ഞിട്ടും ഇവർ സമ്മതിക്കത്തില്ല. ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവൻ്റെ അമ്മ ആ സാഹചര്യത്തിലായി, സഹോദരങ്ങളായി, മാതാപിതാക്കൾ എല്ലാം പറഞ്ഞ് വലിയ വേദനയും യാതനയിലിരിക്കുകയാണെന്ന്. പുറപ്പെട്ടു പോവുക എന്നാണ് അന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് ഒരാൾ മാറിപ്പോകുന്നതിന് പുറപ്പെട്ടു പോവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ചെല്ലാവുന്ന, പ്രതീക്ഷിക്കാവുന്ന ബന്ധുവീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളെല്ലാം ഇവർ തെരഞ്ഞു. എന്നിട്ട് ഇവനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നുള്ള ആ വേദനയിലിരിക്കുമ്പോഴാണ് യാദൃശ്യമായിട്ട് ഇവനെ കിട്ടിയെന്നാണ് അവർ ഞങ്ങളോട് പറയുന്നത്. അവർ പറയുന്ന ഭാഗം ശരിയായിട്ട് അവർക്കും, ഞങ്ങൾ പറയുന്ന ഭാഗം ഞങ്ങൾക്കുമായിട്ട് തോന്നിയിട്ട് ഇതിൻ്റെ മധ്യസ്ഥയ്ക്ക് ഒരു വഴിയുമില്ലാതെ തേങ്ങി. അങ്ങനെ ഞങ്ങൾ മനപ്രയാസപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ കുറച്ച് സമയങ്ങൾ ഇങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പുറത്തുനിന്ന് 2-3-4 പേര് വളരെ വേഗത്തിൽ കടന്നു വരികയാണ്. എന്താണെന്നറിയാമോ? ഈ നമ്മുടെ വീട്ടിൽ നിന്ന് കാണാതായ പയ്യനെ തിയേറ്ററിൽ വെച്ച് കണ്ടു കിട്ടിയെന്ന് പറയാൻ വേണ്ടി അവരുടെ ആരെയോ വിളിക്കാൻ പോയ ആ പയ്യനും അവിടുന്നുള്ള ബലവാന്മാരായിട്ടുള്ള 3 പേരും കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് ഞങ്ങളെ അടിച്ച് താഴെ ഇട്ടിട്ടാണെങ്കിലും
ഇവനെയും കൊണ്ട് അവർ പോകും, ഞങ്ങളുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയില്ലാതായി പോകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനത്തെ ഒരു വലിയൊരു ഭീഷണി അവിടെ നിലനിന്നു. ഒരു ഭീകരാന്തരീക്ഷം തന്നെയാണ്. അവർക്ക് ഇവൻ അവരുടെ ആളാണെന്ന് ഉറപ്പാകുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ, ഞങ്ങൾ പിള്ളേർ 3-4 പേരല്ലേ ഉള്ളു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെ വേദനിച്ചു. അതിൽ ഒരു മുതിർന്ന ഒരാൾ ഞങ്ങളെ ഓരോരുത്തരെയും ഇങ്ങനെ അല്പം കൂടെ മുമ്പോട്ട് കടന്നു വന്നിട്ട്, ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും വളരെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കി, കള്ളനെ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കി, ഇവനാണോ എന്നുള്ള രീതിയിൽ ഓരോരുത്തരും നോക്കി വന്നിട്ട് ഈ ജേക്കബിൻ്റെ അടുത്ത് വന്നിട്ട് ഇവനെയും സൂക്ഷിച്ച് നോക്കി. അടിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്, അതിന് വല്ലതും ആണോ എന്ന്. ഇതുവരെ എവിടെ ആയിരുന്നില്ല അടി കിട്ടുമോ എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ സംശയം. പക്ഷെങ്കിൽ വളരെ തീക്ഷ്ണമായിട്ട് ഈ ജേക്കബിനെ ഇങ്ങനെ നോക്കിയിട്ട് ഇവൻ ഈ വന്നയാൾ കൈപൊക്കി പറയാ, എടാ ഇവനല്ലടാ,